Hi everyone, welcome to the presentation on Lien on shares. There are certain situations in the case of organization if the shareholder is not making the payment promptly and they are left with no option to realize this defaulted payments. There arises the importance of a clause which is known as lien on shares. ഷെയർഹോൾഡേഴ്സ് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് അതിൽ നിന്നൊരു നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി ലീൻ ഓൺ ഷെയർസ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഷെയർസിൽ ലീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് എംപവേഴ്സ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് എ ഡിഫോൾട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ഷെയർ ഹോൾഡർ. എന്താണ് ആ ഒരു എംപവർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ പേയ്മെൻറ്റ് നടത്താത്തിടത്തോളം കമ്പനിക്ക് നഷ്ടം വരാതിരിക്കാൻ ഈ ഷെയർസ് വിറ്റ് കിട്ടുന്ന കാശ് എത്രയാണോ അത് ഷെയർ ഹോൾഡർ കൊടുത്ത് തീർക്കാനുള്ള എമൗണ്ടിലേക്ക് അവർക്ക് വരവ് വയ്ക്കാം. ബാക്കി സർപ്ലസ് ആയിട്ട് ഇനിയും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡറിന് കൊടുത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പ്രൊസീജിയറാണ് ലീൻ ഓൺ ഷെയറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. So the lien refers to the right to retain the property of another till some claim attached to it is settled. The Articles of Association may provide for a lien on the shares of a company. Right of lien can be exercised on dividends payable and final amounts to be settled on dissolution of the company. ലീൻ അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷെയർ ഹോൾഡർ ഈസ് ആക്ച്വലി ഗിവിങ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രീഡം ആൻഡ് റൈറ്റ് ടു ദ കമ്പനി ടു സെൽ ദ ഷെയർസ്. അങ്ങനെ ഷെയർസ് വിറ്റ് കിട്ടുന്ന ആ സെയിൽ പ്രൊസീഡ്സ് ഫിഗർ എത്രയാണെന്നുണ്ടെങ്കിലും അത് ഷെയർ ഹോൾഡർ കമ്പനിയിലേക്ക് അടച്ചു തീർക്കാനായിട്ടുള്ള എമൗണ്ടിലേക്ക് സെറ്റിൽ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ടും സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ that amount will be returned to the shareholder. So this is the procedure of lien on shares. Let's see how lien on shares is being treated from the accounting perspective. ലീൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഷെയർസ് അത് വിൽക്കുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഫോർ ദ സെയിൽ ഓഫ് ഷെയർസ് ദ ജേണൽ എൻട്രി ഇസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ to respective calls account to shareholders account. Here the bank account will be debited with the amount of sale proceeds of shares. Shares വിറ്റ് കിട്ടുന്ന കാശ് എത്രയാണോ അതാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുക. Then respective calls account will be credited with the amount unpaid on calls. And finally the shareholders account will be credited with the balance amount credited to the shareholder. The second journal entry is for the repayment of surplus amount to the shareholder. This is not applicable in all the situations. Surplus ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനൊരു റീപേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ സെയിൽ പ്രൊസീഡ്സ് കിട്ടുന്ന കാശ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് അതിൽ ഇനിയും സർപ്ലസ് എമൗണ്ട് ബാക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ബാക്ക് ടു ദ ഷെയർ ഹോൾഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പ്രാക്ടിക്കലി എങ്ങനെയാണ് ലീൻ ഓൺ ഷെയർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി വിൽ ഡു എ പ്രോബ്ലം. ദ ക്വസ്റ്റ്യൻ ഇസ് രാജ് എ ഷെയർ ഹോൾഡർ owed to Royal Limited rupees 80,000 for goods supplied and had a lien on 36,000 shares credited with rupees 8 paid per share. Royal Limited enforced the lien by selling 24,000 shares for rupees 7 each credited as fully paid. You are required to pass necessary journal entries to record the above transactions in the books of the company. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് രാജ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ ഗുഡ്സ് സപ്ലൈ ചെയ്ത ആ ഒരു കണക്കിൽ 80,000 rupees റോയൽ ലിമിറ്റഡിന് കൊടുക്കാനായിട്ടുണ്ട്. ഫോർ ദ സെയിം അവർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലീൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 36,000 ഷെയർസിന് മുകളിലാണ്. ഇതുവരെയും അതിനകത്ത് പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത് 8 rupees വരെയാണ്. സോ ദ റിമൈനിങ് 2 rupees ഇസ് അൺപെയ്ഡ്. ആൻഡ് റോയൽ ലിമിറ്റഡ് അവസാനം കാശ് കിട്ടാതെ ആയപ്പോൾ അവരുടെ കയ്യിലുള്ള ആ അവകാശം ലീൻ എന്ന് പറയുന്ന ആ റൈറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ബൈ സെല്ലിംഗ്
24,000 ഷെയർസ്. എത്ര രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്? 7 രൂപയ്ക്കാണ് അവരത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24,000 ഷെയർസ് 7 റുപ്പീസിന് വിറ്റതിന് ശേഷം കിട്ടുന്ന സെയിൽ പ്രൊസീഡ്സ് ഫിഗർ എത്രയാണോ അത് രാജ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ കൊടുത്തു വീട്ടാനായിട്ടുള്ള എമൗണ്ടിലേക്ക് സെറ്റ് ഓഫ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഈ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത്. Journal entries in the books of Roy Limited. The first journal entry will mark the sale of shares. അപ്പോൾ ഇവിടെ എത്ര ഷെയർസാണ് നമ്മൾ റൈറ്റ് ഓഫ് ലീൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് വിൽക്കുന്നത്? 24,000 ഷെയർസ് ആണ് അറ്റ് ദ റേറ്റ് ഓഫ് 7 rupees. So sale proceeds figure amounts to 24,000 into 7, that is 1,68,000 rupees. അൺപെയ്ഡ് കോൾസ് ആയിട്ട് നിൽക്കുന്നത് 36,000 ഷെയർസ് ഇതുവരെ 8 rupees വരെയുള്ള എമൗണ്ടാണ് റിസീവ് ചെയ്തിട്ടുള്ളൂ. റിമൈനിങ് 2 rupees ഇസ് അൺപെയ്ഡ്. സോ അതാണ് നമ്മൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത്. 36,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 rupees, ഇറ്റ് എമൗണ്ട്സ് ടു 72,000 rupees. റിമൈനിങ് ഫിഗർ ഉള്ളത് രാജ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. So the journal entry is bank account debtor 1,68,000 to share final call account 72,000 to Raj account 96,000. The narration is being 24,000 shares is sold at rupees 7 each for realizing the final call money and the balance has been made payable to Raj the shareholder. The second journal entry comes like this. എത്രയാണോ ഇനി റിമൈനിങ് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയാണോ അത് ഷെയർ ഹോൾഡറിന് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രിയാണ് സെക്കൻഡ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റീപേയ്മെൻറ്റ് ഓഫ് സർപ്ലസ് എമൗണ്ട് ടു ദ ഷെയർ ഹോൾഡർ. സോ ഇവിടെ സർപ്ലസ് ഫിഗർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 96,000 rupees ആണ് ഈ സെയിൽ പ്രൊസീഡ്സ് ഒക്കെ കഴിഞ്ഞ് കോൾ മണിയിലേക്ക് സെറ്റിൽ ചെയ്യാനുള്ളതും കഴിഞ്ഞ് ബാലൻസ് നിൽക്കുന്നത് 96,000 rupees ആണ്. ഈ 96,000 rupeesൽ രാജ് റോയ് ലിമിറ്റഡിന് ഗുഡ്സ് സപ്ലൈ ചെയ്ത വകുപ്പിൽ കൊടുത്തു തീർക്കാനായിട്ടുള്ളത് 80,000 rupees ആണ്. അപ്പോൾ കമ്പനിക്ക് ആ 80,000 rupeesഉം കൂടി ഈ എമൗണ്ടിൽ നിന്ന് എടുക്കാം. ബാലൻസ് എത്രയാണോ അതാണ് സർപ്ലസ് ഫിഗറിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ 96,000 കിട്ടേണ്ട ആ എമൗണ്ടിൽ നിന്ന് 80,000ഉം കൂടി കൊടുത്തു തീർക്കാൻ ബാധ്യതയുണ്ട്. അത് കഴിച്ച് ദാറ്റ് ഈസ് 96,000 മൈനസ് 80,000, the balance figure is 16,000. It is a surplus figure and that will be repaid to the shareholder. The journal entry is Raj account debtor 16,000 to bank account 16,000. The narration is being the surplus amount paid to Raj after adjusting his debt for goods supplied of rupees 80,000. I hope you all got a clear-cut idea regarding the lien on shares. Thank you so much for listening.